പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ആവേശമായി കൊട്ടിക്കലാശം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ പരസ്യപ്രചാരണത്തിന് സമാപനമായിരിക്കുന്നു. വാശിയേറിയ പോരാട്ടത്തിലാണ് മുന്നണികളുള്ളത്. MS ലിഷോയ്, M കമൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ലിഷോയിലേക്കാണ്. ലിഷോയ്, വലിയ ആഘോഷ കാഴ്ചകൾ, ആരവങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ശക്തി തെളിയിക്കാനായി അത്രയും വണ്ണം എങ്ങനെയൊക്കെ കളറാക്കാമോ അങ്ങനെയൊക്കെ കളറാക്കിക്കൊണ്ടാണ് എല്ലാ മുന്നണികളും അണിനിരന്നത് ജനങ്ങൾക്ക് മുൻപിലേക്ക്. ഇപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി, ആ വർദ്ധിത ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരും തിരികെ മടങ്ങിയോ? മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ അത് വലിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലായാലും അതുപോലെ തന്നെ തൃശ്ശൂരിലെ എല്ലാ പഞ്ചായത്തുകളിലായാലും അത് വലിയ പോരാട്ടം നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. കോർപ്പറേഷനിലെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും LDFും UDFും BJPയും തുല്യശക്തികളായി വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെക്കാനായി നിൽക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു. അത് ഈ കൊട്ടിക്കലാശത്തിലും നമുക്ക് കാണാൻ സാധിച്ചു. മൂന്ന് മുന്നണികൾക്കും കൃത്യമായി ഒരിടത്ത് തന്നെ കൊട്ടിക്കലാശം നടത്താനുള്ള സൗകര്യങ്ങളും തൃശ്ശൂർ നഗരത്തിലുണ്ടായിരുന്നു. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ തെക്കേ ഗോപുരനടക്കി പരിസരത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ കൊട്ടിക്കലാശം നടന്നിരുന്നത്. ഈ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ മടങ്ങിപ്പോയി. കൃത്യം 6 മണിക്ക് തന്നെ മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കൊട്ടിക്കലാശത്തിൻ്റെ എല്ലാ ആവേശങ്ങളും അടക്കി വെച്ചുകൊണ്ട് അവർ നാളെ നിശബ്ദ പ്രചാരണത്തിനായി ഒരുങ്ങുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പരമാവധി വോട്ട് ഉറപ്പിക്കുക എന്ന ഒരു നിലപാടോടുകൂടി അല്ലെങ്കിൽ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അവർ നീങ്ങുകയാണ്. എന്തായാലും വലിയ ആവേശം തന്നെയായിരുന്നു. പൂരത്തിൻ്റെയും അതുപോലെ തന്നെ പുലിക്കളിയുടെയും ഒക്കെ തന്നെ ഒരു ഓർമ്മകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാവടിയും പൂക്കാവടിയും അതുപോലെ തന്നെ പുലിമുഖങ്ങൾ നമ്മൾ കണ്ടിരുന്നത്. അതായത് പുലിക്കളിക്ക് എത്തുന്ന ആളുകളുടെ വയറിൽ പുലിമുഖങ്ങളാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ മുഖങ്ങളും ഒക്കെ ആയിരുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ ആവേശം ഉണ്ടാക്കുന്ന തരത്തിലുള്ളത് തന്നെയായിരുന്നു തൃശ്ശൂരിലെ കൊട്ടിക്കലാശം. തീർച്ചയായും ആവേശ കാഴ്ചകൾ തന്നെയായിരുന്നു എല്ലാ ഇടങ്ങളിലും ഉണ്ടായത്. തൃശ്ശൂരും അതിൽ നിന്ന് വിഭിന്നമല്ല. തൃശ്ശൂരിൽ ഒരു തൃശ്ശൂർ പൂരം എന്നോണം തൃശ്ശൂർ പൂരത്തെ ഓർമ്മിപ്പിക്കും വണ്ണത്തിലാണ് തൃശ്ശൂരിൽ കൊട്ടിക്കലാശം കൊട്ടിക്കയറി കൊടി ഇറങ്ങിയിരിക്കുന്നത്. MS ലിഷോയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ നിന്നും M കമൽ ചേരുകയാണ്. കമൽ, വയനാട്ടിൽ മുന്നണികൾക്കൊക്കെയും അവരുടെ ശക്തി അത് ജനങ്ങൾക്ക് മുൻപിലേക്ക്, വോട്ടർമാരുടെ മുൻപിലേക്ക് കൃത്യമായി തന്നെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുവോ? എല്ലാവരും ഇപ്പോൾ ആഘോഷങ്ങൾക്കും കൊട്ടിക്കലാശത്തിനും ശേഷം തിരികെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ടോ? സമാധാനപരമല്ലേ കാര്യങ്ങൾ? അക്ഷയ, സമാധാനപരമായിരുന്നെങ്കിലും വലിയ ആവേശമാണ് വയനാട്ടിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഉണ്ടായത്. കൽപ്പറ്റയിൽ LDFും UDFും ഒക്കെ വലിയ ആവേശത്തിലാണ് കൊട്ടിക്കലാശം നടത്തിയത്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആവേശത്തോടെ അവസാന മണിക്കൂറുകളിൽ ഈ പരിപാടികളിൽ പങ്കെടുത്തു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരസ്യപ്രചാരണത്തേക്കാൾ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഇനിയുള്ള മണിക്കൂറുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട നിശബ്ദ പ്രചരണത്തിലൂടെ, അതായത് ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് ഇനിയും ചെയ്യേണ്ടതുണ്ട്. കാരണം 1 or 2 വോട്ടുകൾക്കൊക്കെ വാർഡുകളും ഡിവിഷനുകളും ഒക്കെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഓരോ വോട്ടും അതിനിർണായകമാണ്. അതുകൊണ്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്നത് വരെയുള്ള ഓരോ നിമിഷങ്ങളും വളരെ പ്രധാനമാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ പരസ്യപ്രചാരണം അവസാനിച്ചെങ്കിലും വിശ്രമമില്ലാത്ത മണിക്കൂറുകളാണ് ഇനിയും സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും വിശ്രമമില്ലാത്ത മണിക്കൂറുകൾ തന്നെയാണ്. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിന് സമയമുണ്ട്. ആ സമയത്തും അവസാനം വരെ വോട്ട് ഉറപ്പിച്ച് വോട്ട് എങ്ങോട്ടേക്കും പോകില്ല, അത് അജഞ്ചലമായിരിക്കുമെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയവും നിർണായകമാണ്. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് കമൽ നൽകിയത്. എന്തായാലും 1.32 കോടി ജനങ്ങൾ അവരുടെ ഭാഗതയും അവരുടെ ജനവിധി കുറിച്ചിരിക്കുകയാണ് ഇപ്പോഴും, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു പോളിംഗ് എന്നുള്ളതാണ്. മറ്റുള്ളവർ കാത്തിരിക്കുകയാണ് അടുത്ത ദിവസത്തിന്.